വിജയം നേടിയ ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ അല്പസമയത്തിനകം തുടർന്ന് ഉടൻ തന്നെ റോഡ് ഷോ ആരംഭിക്കും. ശക്തന്റെ തട്ടകത്തിൽ വീണ്ടും ഒരു പുരാവേശത്തിനാണ് BJP പ്രവർത്തകർ ഒരുങ്ങുന്നത്. വിരളമായി കളക്ടറേറ്റ് റോഡിൽ നിന്നും രേഷ്മ ബാബു, ഒപ്പം സ്വരാജ് റോഡിൽ നിന്നും M മനോജ് എന്നിവർ ചേരുകയാണ്. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി അവിടെ എത്തിച്ചേരും. ഉജ്ജ്വലമായ സ്വീകരണം തന്നെയാണോ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങളും. സുരേഷ്, അല്പസമയത്തിനുള്ളിൽ തന്നെ സുരേഷ് ഗോപി ഇവിടെ കളക്ടറേറ്റിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 1:25 അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയത്. തൃശ്ശൂർ കളക്ടറേറ്റിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ള ഒട്ടനവധി പേർ എത്തിയിട്ടുണ്ട്. MD രമേശ് അടക്കമുള്ള സംസ്ഥാനതല നേതാക്കൾ, സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ, തൃശ്ശൂരിലെ ജില്ലാ സംസ്ഥാന നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ചില ഔദ്യോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സുരേഷ് ഗോപി നേരെ ഈ ബൈക്ക് റാലിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ബൈക്ക് റാലി തുടർന്ന് റോഡ് ഷോ ആരംഭിച്ച് മുന്നോട്ട് പോവുക. നിലവിൽ ഈ മണികണ്ഠനാൽ ഭാഗത്താണ് റോഡ് ഷോ ആരംഭിക്കുക. തുറന്ന ജീപ്പിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം സ്വരാജ് റൗണ്ട് ചുറ്റി തൃശ്ശൂർ കോർപ്പറേഷന് മുന്നിലായിരിക്കും ഈ റോഡ് ഷോ അവസാനിക്കുക. എന്തായാലും ഈ കളക്ടറേറ്റിൽ അല്പസമയത്തിനുള്ള അദ്ദേഹം എത്തിച്ചേരുകയും ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ഭരണാധികാരിക്ക് മുന്നിലെത്തി അദ്ദേഹം വിജയപത്രിക ഒപ്പിട്ട് വാങ്ങും. അതാണ് ഇതിനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമം. തൃശ്ശൂരിലേക്ക് അദ്ദേഹം കടന്നെത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ തന്നെ നേരത്തെ തന്നെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ കളക്ടറേറ്റ് പരിസരത്ത് ഇത്രയധികം നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പ്രവർത്തകരും അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. നിരവധി പേർ ഇവിടെ ലഡു അടക്കം വിതരണം ചെയ്ത് കഴിഞ്ഞു. നിരവധി വനിതാ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കന്മാരും ഇവിടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിരുന്നു. നേതാക്കന്മാരൊക്കെ തന്നെ, സംസ്ഥാനതല നേതാക്കന്മാരാണെങ്കിലും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും സുരേഷ് ഗോപിയെ സ്വീകരിക്കാനായിട്ട് ഇവിടെ നേരത്തെ ഏകദേശം അരമണിക്കൂർ മുന്നേ എത്തിയിരുന്നു. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇലക്ഷൻ വിജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി എത്തിച്ചേരുന്നത് ആദ്യമായിട്ട് തൃശ്ശൂരിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കടന്നുവരവ് വലിയ രീതിയിൽ പ്രവർത്തകർക്കാണെങ്കിലും നേതാക്കന്മാർക്കാണെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ മാഷ് അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ അരമണിക്കൂർ മുന്നേ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സുരേഷ് ഗോപി ഇവിടേക്ക് വരികയാണ്, അതായത് തൃശ്ശൂരിലേക്ക് എത്തുന്നു. വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആദ്യമായിട്ട് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അപ്പോൾ എത്രത്തോളം അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു തൃശ്ശൂരിലെ ജനാവലി സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ വേണ്ടി തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിൽ കാത്തു നിൽക്കുകയാണ്. ഇവിടെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും അതുപോലെ അഭ്യുദയകാംക്ഷികളും കളക്ടറേറ്റിലെ ജീവനക്കാരുമാണ് ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഒരു വലിയ പൂരം നടക്കാൻ പോവുകയാണ്. അവരുടെ എഴുന്നള്ളിപ്പായിട്ട് ആന തിടമ്പേറ്റുന്നത് സുരേഷ് ഗോപിയാണ് തിടമ്പേറ്റുന്നത്. തൃശ്ശൂരിൻ്റെ താരമായി മാറി കേന്ദ്രമന്ത്രിയായി വരാൻ പോകുന്ന നാളെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോവാണ് ചടങ്ങിന് വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് കേന്ദ്രമന്ത്രിയാവുന്നത്. അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളുടെ വലിയ ഒരു സന്തോഷം, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇപ്പം തന്നെ തൃശ്ശൂരിൽ ജനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. BJPക്കാരും NDAക്കാരും മാത്രമല്ല, തൃശ്ശൂരിലെ ജനങ്ങൾ മുഴുവൻ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനാവലിയും അവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. വലിയൊരു ആഘോഷമായി തൃശ്ശൂരിലെ വൈകുന്നേരം എങ്ങനെയാണോ പൂരം നടന്നത് അതേപോലൊരു പൂരത്തിൻ്റെ ഘോഷയാത്രയായി സുരേഷ് ഗോപിയെ ആനയിച്ച് കൊണ്ടുപോകും. ഇവിടെ നിന്നും ബൈക്ക് റാലിയായിട്ട് കൊണ്ടുപോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ 10,000 പങ്കെടുത്ത മെഗാ റോഡ് ഷോ ആണ് അദ്ദേഹം അവിടെ നടക്കുന്നത്. ഇത് തൃശ്ശൂരിൻ്റെ മാത്രം ഉത്സവമല്ല, കേരളത്തിൻ്റെ ഉത്സവമാണ്. പ്രധാനമന്ത്രി പോലും ഉറ്റുനോക്കുന്ന ഒരു ഉത്സവമാണ് സുരേഷ് ഗോപിക്കുള്ള ഈ സ്വീകരണം നടക്കുന്നത്. അതുകൊണ്ട് ഇത് തൃശ്ശൂരുകാർ ഏറ്റെടുക്കും, കേരളം ഏറ്റെടുക്കും, രാജ്യം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു വലിയ ആഘോഷമായിട്ട് മാറ്റാൻ പോവുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി, ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ ഏത് വിധത്തിലാണ്? നടപടിക്രമങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? കളക്ടറേറ്റിലെ നടപടിക്രമങ്ങൾ. ഇന്നിപ്പോ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം കളക്ടറേറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിജയിച്ച സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വാഹനത്തിൽ അകമ്പടിയോടുകൂടി, ബൈക്ക് റാലിയോടുകൂടി, വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി നേരെ അയ്യന്തോൾ വഴി നടുവിലാലെത്തി. നടുവിലാലിൽ നിന്ന് വിദ്യാർത്ഥി കോർണറിൽ അദ്ദേഹം എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ ഉടച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം തുടങ്ങിയത് തന്നെ. തേങ്ങ ഉടച്ചതിന് ശേഷം 10,000 പങ്കെടുക്കുന്ന വലിയ റോഡ് ഷോ ആയി സ്വരാജ് റൗണ്ട് ചുറ്റി ഒരു ജനകീയ ഉത്സവമാക്കി, ജനങ്ങളുടെ തന്നെ ഒരു സ്വീകരണ ഉത്സവമായിട്ട് ഇത് മാറുകയും ചെയ്യും. ഇതൊരു ചരിത്ര സംഭവമായി മാറും. ഇന്നേ വരെ കേരളത്തിൽ ഒരു സ്ഥലത്തും ലഭിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്വീകരണമാണ്, ഒരു സ്ഥാനാർത്ഥിക്കും ലഭിച്ചിട്ടില്ലാത്ത വിധത്തിൽ സ്വീകരണമാണ് തൃശ്ശൂരിൽ ഇനി നടക്കാൻ പോകുന്നത്. ഈ സായം സന്ധ്യയിൽ തൃശ്ശൂരിൽ ജനാവലി നിറഞ്ഞാടും. സുരേഷ് ഗോപി അതിൽ തിടമ്പേറ്റിയ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ തൃശ്ശൂരിലുണ്ടാവും.
തീർച്ചയായിട്ടും സുരേഷ്, ഇവിടുത്തെ നടപടിക്രമങ്ങൾ ഏകദേശം 10-15 മിനിറ്റോട് കൂടി പൂർത്തിയാക്കാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം ബൈക്ക് റാലിയോട് അനുബന്ധിച്ചാണ് അദ്ദേഹം നേരെ റോഡ് ഷോയിലേക്ക് കടക്കുക. അതിനു മുന്നേ തന്നെ ഗണപതി ഭഗവാന് തേങ്ങ ഉടച്ച്, കാരണം നേരത്തെ ഉണ്ണികൃഷ്ണൻ മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചാരണം ആരംഭിച്ച സമയത്തും അദ്ദേഹം ഗണപതിക്ക് തേങ്ങ ഉടച്ച് തന്നെയായിരുന്നു തുടങ്ങിയത്. അതുപോലെ തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഗണപതി ഭഗവാനെ ദർശിക്കും. അതിനുശേഷമായിരിക്കും ഈ റോഡ് ഷോയിൽ ഈ തൃശ്ശൂരിലെ ജനതയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുക. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും, ഈ കളക്ട്രേറ്റ് വളപ്പ് ഏകദേശം നിറയാറായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നേതാക്കന്മാരും അതോടൊപ്പം തന്നെ സ്ത്രീജനങ്ങളായിട്ടുള്ള പ്രവർത്തകരും ഒക്കെ തന്നെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും കളക്ട്രേറ്റിലെത്തി വരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടറുടെ മുന്നിൽ അദ്ദേഹം എത്തിയതിനു ശേഷം വിജയപത്രിക ഒപ്പിട്ട് ഏറ്റുവാങ്ങും. അതിനുശേഷമായിരിക്കും ഈ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് അദ്ദേഹം പോവുക. രേഷ്മ പറഞ്ഞതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കളക്ടറേറ്റിലെത്തും. ആ ഒരു വിജയപത്രിക സ്വീകരിക്കും. അതിനുശേഷം റോഡ് ഷോ, അയ്യന്തോൾ വഴിയുള്ള റോഡ് ഷോ, പിന്നീട് ഗണപതി ക്ഷേത്രത്തിലെത്തി അവിടെ തേങ്ങ ഉടച്ചുകൊണ്ടുള്ള പിന്നീടാണ് ഈ ഗംഭീരമായ ഒരു വരവേൽപ്പിലേക്ക്, ചടങ്ങിലേക്ക് കിടക്കുക. ഒപ്പം ഇപ്പോൾ ആ കളക്ടറേറ്റ് പരിസരത്ത് തന്നെ അത്രത്തോളം ആൾക്കാർ, ആയിരങ്ങൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അത്യാവേശത്തിൽ തന്നെയാണ് ശക്തന്റെ തട്ടകം, അല്ലേ സുരേഷ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആവേശം തൃശ്ശൂരിലെമ്പാടുമുണ്ട്. തൃശ്ശൂർ സ്വരാജ് റൗണ്ട് അടക്കമുള്ള ഭാഗങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് പ്രവർത്തകരെ കൊണ്ടാണെങ്കിൽ ഈ തൃശ്ശൂർ കളക്ട്രേറ്റിന്റെ ഭാഗം എന്ന് പറയുന്നത് നേതാക്കന്മാരെ കൊണ്ടും അതോടൊപ്പം തന്നെ ഭാരവാഹികളെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ വരവേൽക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഔദ്യോഗികമായിട്ട് ജില്ലാ സംസ്ഥാന തല നേതൃത്വം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഇവിടെ നേരത്തെ തന്നെ എത്തി. അവരോടക്കം നമുക്ക് പ്രതികരണം ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ഇവിടുത്തെ ഈ കളക്ട്രേറ്റിലെ നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം റോഡ് ഷോയിലേക്ക് പോകും. അപ്പോൾ എന്താണ് ഇവിടെ ആ ഒരു പ്രചാരണ ഘട്ടം മുതൽ തന്നെ മാഷ് ഇവിടെ ഉണ്ടായിരുന്നു, എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും തൃശ്ശൂരിൽ നേടിയ ഈ ഒരു വിജയം കേരളത്തിൽ ഇനിയുള്ള നാളുകളിൽ നേടാൻ പോകുന്ന അത്യുജ്വല വിജയങ്ങളുടെ തുടക്കമാണ്. ആ നിലയ്ക്കുള്ള ഗൗരവത്തോടെയുള്ള സമീപനമാണ് പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം സ്വീകരിക്കുന്നത്. ഈ വിജയത്തിന് ആധാരമായി തീർന്നത് സംഘടനാ ശാക്തീകരണത്തിനായി പ്രവർത്തിച്ച കുറേയധികം ആളുകളുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിൽ വിജയിക്കാനുള്ള താല്പര്യത്തോടുകൂടി സംഘടനാ ശാക്തീകരണം അതിന് ഊന്നൽ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ സുരേഷ് ഗോപി ഒരു പ്രതിഭാധനനായ ഒരു കലാകാരൻ എന്നതിനപ്പുറത്ത് പ്രതിബദ്ധതയുള്ള ഒരു സമാജസേവകൻ, നിരവധി സേവാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അതിലേക്ക് ആളുകളുടെ പങ്കാളിത്തം കൂടി സ്വീകരിച്ചുകൊണ്ട് ആ നിലക്കുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം തൃശ്ശൂർ വിട്ടു പോയില്ല. ഇവിടെ തന്നെ ഇവിടുത്തെ ആളുകളുടെ കൂടെ ഒരാളായിക്കൊണ്ട് രാജ്യസഭ MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭ്യമാകുന്ന സൗകര്യങ്ങളൊക്കെ ജനസമക്ഷം എത്തിക്കുന്നതിൽ അങ്ങേയറ്റം ശുഷ്കാന്തി കാണിച്ചുകൊണ്ടാണ് സുരേഷ് ജി ഇവിടെ പ്രവർത്തിച്ചത്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഈ ഉജ്ജ്വലമായ വിജയം നേടിയത്. പിന്നെ സ്വാഭാവികമാണ്, മാറ്റത്തിനായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്നൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ അവർ കാണുന്നു. കേരളത്തിൽ ഇനിയുള്ള നാളുകളിൽ ഇതൊരു സന്ദേശമായിട്ടാണ് പാർട്ടിയും മുന്നണിയെ കാണുന്നത്. അതുതന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഏറ്റവും വലിയ ഒരു ചരിത്ര വിജയം, അതിൻ്റെ ചരിത്ര പുരുഷൻ എന്ന് വേണമെങ്കിൽ സുരേഷ് ഗോപിയെ വിശേഷിപ്പിക്കാനാകും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തോടും കൂടെ നമുക്ക് പ്രതികരണം ചോദിക്കേണ്ടതുണ്ട്. സുരേഷ് ഗോപി നിലവിൽ തൃശ്ശൂരിലേക്ക് വരുന്നത് വിജയശ്രീ ലാളിതനായിട്ടാണ്. അപ്പോൾ എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? എന്താ, വളരെ സന്തോഷം, വളരെ സന്തോഷപ്രദമായ നിമിഷങ്ങളല്ലേ ഈ നടന്നു പോകുന്നത്. വർഷങ്ങളായിട്ടുള്ള ഒരു കഠിന പ്രയത്നം കൂടിയല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനും പാർട്ടിക്കാർക്കും അവകാശപ്പെട്ട, ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കും അവകാശപ്പെട്ടതല്ല. പ്രത്യേകിച്ച് അനീഷ്, രഘു, ഇവിടുത്തെ പാർട്ടി ഘടകങ്ങളിലെ അവർക്ക് അവകാശപ്പെട്ടതാണ്. അവരാണ് ഈ കഴിഞ്ഞ 5 കൊല്ലവും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രയത്നിച്ചത്. തീർച്ചയായിട്ടും സുരേഷ്, കാരണം കഠിന പ്രയത്നം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് അത്രത്തോളം ഉണ്ടായിട്ടുണ്ട്. കാരണം അടിത്തട്ടിൽ എത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് സുരേഷ് ഗോപി ഇറങ്ങിച്ചെന്നു അതൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ വിജയത്തിന് ആധാരം. ബി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയായിരുന്നു ഇവിടുത്തെ സംഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിച്ചിരുന്നവർ. എങ്ങനെയായിരുന്നു ആ ഒരു പ്രചാരണം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങൾ താണ്ടി ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു? കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു സമഗ്ര മാറ്റം ദശാബ്ദങ്ങളായി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖം
SGയിലൂടെ സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരിൽ പ്രകടമായി. കഴിഞ്ഞ 5 വർഷക്കാലം സമൂഹത്തിന് വേണ്ടി സമർപ്പിതമായി പ്രവർത്തിച്ച അദ്ദേഹം എങ്ങനെ എല്ലാ വിഭാഗം ആളുകൾക്കും മൈനോറിറ്റിയും മെജോറിറ്റിയും വ്യത്യാസമില്ലാതെ മുഴുവൻ സമൂഹത്തിനും എങ്ങനെ സ്വീകാര്യനാവാമെന്ന് 5 വർഷം കൊണ്ട് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ സമർപ്പിത പ്രവർത്തനവും ഒപ്പം നരേന്ദ്രമോദിജിയുടെ വികസനവും ഇപ്പോൾ SGയും മോദിജിയും ഒരുമിക്കുന്ന ഒരു പുതിയ സമവായത്തിൻ്റെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് തൃശ്ശൂരിൽ നിന്ന് ലഭ്യമാകുന്നത്. അപ്പോൾ തൃശ്ശൂർ കേരളത്തിന് തന്നെ മാതൃകയാവുകയാണ്. കേരളത്തിലെ NDAയ്ക്കും BJPക്കുമെല്ലാം വലിയ പ്രതീക്ഷ പകരുന്ന ഉജ്ജ്വലമായ വിജയമാണ് അദ്ദേഹത്തിലൂടെ സാധ്യമായത്. കാരണം നാളിതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിന് ഏറെ ഇരു മുന്നണിയെയും ഒരുപോലെ മാറ്റി നിർത്താൻ, ഇരു മുന്നണിക്കും തുല്യമായി നിൽക്കാം, അവർ രണ്ടുപേരെയും തുല്യ അകലത്തിൽ നിർത്തിക്കൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ SGയിലൂടെ സാധിച്ചു, സുരേഷ് ഗോപിയിലൂടെ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമർപ്പിതമായ ജാതി മത ചിന്തകൾക്ക് അതീതമായ സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങളും NDAയും BJPയും ഒരുമിച്ചിട്ടുള്ള സംഘടനാ പ്രവർത്തനവും, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ വോട്ട് ചേർക്കുന്നത് മുതൽ വോട്ട് എണ്ണുന്നത് വരെ പ്രിയപ്പെട്ട അനീഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൃത്യമായ സംഘടനാ പ്രവർത്തനം, ഇതിൻ്റെ എല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും മോദിജിയുടെ ഭരണ നേട്ടത്തിൻ്റെയും എല്ലാം പ്രകടമായ ഉദാഹരണമാണ് തൃശ്ശൂരിലെ ഉജ്ജ്വലമായ വിജയം. തീർച്ചയായിട്ടും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന സമഗ്ര മാറ്റത്തിൻ്റെ തുടക്കമായി ഇത് മാറുകയാണ്. അതാണ് ഇതേക്കുറിച്ച്. തീർച്ചയായിട്ടും സുരേഷ്, സമഗ്രമായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടി തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് തന്നെയാണ് പ്രവർത്തകരും നേതാക്കന്മാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു സംശയമില്ല. കാരണം ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടം NDAയ്ക്ക് തൃശ്ശൂര് സാധിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ചരിത്രപരമായ ഒരു നേട്ടം, ചരിത്രപരമായ ഒരു നിയോഗം തന്നെയാണ് സുരേഷ് ഗോപി ഏറ്റെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടെ എത്തിച്ചേരും. ഇപ്പോൾ രശ്മിയിലേക്ക് എത്താം. ഇപ്പോൾ സ്വരാജ് റൗണ്ടിന് മനോജ് കൂടി ചേരുകയാണ്. മനോജ്, അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കളക്ടറേറ്റിലെത്തും. ഊഷ്മളമായ ഉജ്ജ്വലമായ സ്വീകരണം നൽകാൻ അവിടെയും പ്രവർത്തകരും അണികളുമൊക്കെയും നേതാക്കളും അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിലാണ് പിന്നീട് അതിഗംഭീരമായ റോഡ് ഷോ നടക്കുക.